Hello students, section 4.1 summation എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന സമ്മേഷൻ എന്നുള്ള കൺസെപ്റ്റ് എന്താണ്, അതുപോലെ അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ കുറച്ച് എക്സാമ്പിൾസും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിൻ്റെ ബാലൻസിങ് എക്സാമ്പിൾസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. ഫൈൻഡ് ദ സം ഓഫ് 4, 5, 6, etc. അപ് ടു 29. ഓക്കെ, അപ്പോൾ നമ്മൾ 4 തൊട്ടിട്ട് 29 വരെയുള്ള ഇൻറ്റിജേഴ്സിൻ്റെ സമ്മാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കതിനെ സിംബോളിക്കലി എങ്ങനെ നോട്ടേറ്റ് ചെയ്യാൻ പറ്റും? I = 4 to 29 എന്ന് എഴുതാം അല്ലേ. ഇപ്പോൾ ഇതെന്താണ്? 4 + 5 + 6 എന്ന് നമ്മൾ നീട്ടി വലിച്ച് എഴുതാണ്ട് ഡയറക്റ്റ് ഈ സമ്മേഷൻ നൊട്ടേഷൻ കൊടുത്തിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നത് നമ്മൾ രണ്ട് സമ്മേഷൻ്റെ ഡിഫറൻസ് കണ്ടിട്ടാണ്. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്? 4 തൊട്ടിട്ട് 4 + 5 + 6 അപ് ടു ഏത് വരെയുള്ള 29 വരെ സമ്മ് ചെയ്യുന്നതാണ് ഈ ഒരു സമ്മേഷൻ മെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 1 തൊട്ടിട്ടുള്ള വാല്യൂസ് കൺസിഡർ ചെയ്യും. അതായത് 1 + 2 + 3 + 4 എന്ന് പറഞ്ഞിട്ട് 29 വരെയുള്ള സമ്മ് കണ്ടിട്ട് അതിൽ നിന്ന് എന്ത് കുറച്ചാൽ നമുക്ക് ഈ ഒരു സമ്മേഷൻ കിട്ടും? ആദ്യത്തെ 3 ടേംസ് 1 തൊട്ട് 3 വരെയുള്ള ടേമുകളുടെ സമ്മ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 തൊട്ട് 29 വരെയുള്ള സമ്മ് എന്താണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? സമ്മേഷൻ I = 4 to 29 എന്നുള്ള ഈ ഒരു സമ്മേഷനെ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ I = 1 to 29 മൈനസ് സമ്മേഷൻ I = 1 to 3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ആദ്യത്തെ n ഇൻറ്റിജേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ജനറൽ ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു അത്? S = 1/2 × n × n+1 ഉള്ളത്. അത് നമ്മൾ ഈ രണ്ട് സമ്മുകൾക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമ്മേഷൻ I = 4 to 29 എങ്ങനെ എഴുതാൻ പറ്റും? I = 1 to 29 മൈനസ് സമ്മേഷൻ I = 1 to 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇവിടെ n എന്ന് പറയുന്നത് 29 ആണ്. അപ്പോൾ 29 × 29 + 1 30 മൈനസ് എന്ത് എഴുതാൻ പറ്റും? 1/2 ഇവിടെ n 3 ആണ്. അപ്പോൾ 3 × 4 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 429 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 429 എന്നുള്ളതാണ് I = 4 തൊട്ടിട്ട് 29 വരെയുള്ള വാല്യൂസുകളുടെ സമ്മ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് സമ്മേഷൻ I = 3 to 102 j - 2. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ എന്താ പറയുക, സമ്മേഷൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സമ്മേഷനെ സ്പ്ലിറ്റപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ j - 2 എന്നുള്ളതിന് എങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്യാം? സമ്മേഷൻ I = 3 to 102 j മൈനസ് സമ്മേഷൻ I = 3 to 102 2 എന്നാക്കിയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു ടേം നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ് വരുന്നത്? സമ്മേഷൻ ഓഫ് എ സി എന്നാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി 3 പ്രകാരമോ 4 പ്രകാരമോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കോൺസ്റ്റൻ്റ് ആണ് സമ്മേഷൻ്റെ ഉള്ളിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? C × n - m+1 എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് എന്താണ്? C എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. 2 × n-ൻ്റെ വാല്യൂ ഇവിടെ എന്താ വരുന്നത്? 102 മൈനസ് m3 + 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 102 - 3 എന്ന് പറയുന്നത് 99 + 1 100. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂ 200 ആണെന്നുള്ളത് നമുക്ക് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് കിട്ടും. പിന്നെ ബാലൻസ് എന്താ അവിടെ കിടക്കുന്നത്? സമ്മേഷൻ I = 3 to 102 j. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ എക്സാമ്പിളിൽ ചെയ്ത പോലെ എന്ത് ചെയ്യുക? ഇതിനെ I = 1 to 102 ചെയ്തിട്ട് അതിന് I = 1 to 2 എന്നുള്ളത് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും എങ്ങനെ റീപ്ലേസ് ചെയ്യാം? I = 1 to 102 j മൈനസ് സമ്മേഷൻ I = 1 to 2 j മൈനസ് പിന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള വാല്യൂ എന്താണത്? 200.
ഓക്കെ, അതവിടെ കൊടുത്തു. ഇനി I ഈക്വൽ ടു 1 to 102Jൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്ത് യൂസ് ചെയ്തിട്ട്? സം ടു n ടേംസ്. അതുപോലെ ഇതിൻ്റെതും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇവിടെ n എന്ന് പറയുന്നത് 102, n ഇൻറ്റു n പ്ലസ് 1 103, ഓക്കെ, മൈനസ് 1/2 ഇൻറ്റു 2 ഇൻറ്റു 3 മൈനസ് 200 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്കിതിവിടെ 5050 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സമ്മേഷൻ സോൾവ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പ്രോപ്പർട്ടി 3 and 4 ആണ് ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രോപ്പർട്ടി 1 യൂസ് ചെയ്തിട്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു? തന്നിട്ടുള്ള ഫംഗ്ഷനെ സ്പ്ലിറ്റപ്പ് ചെയ്തു. പിന്നെ ആ കോൺസ്റ്റൻറ്റ് വരുന്ന ആ ടേമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കോൺസ്റ്റൻ്റ് ആണ് സമ്മേഷൻ്റെ ഉള്ളിലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യും? C ഇൻറ്റു n മൈനസ് m പ്ലസ് 1 ആക്കിയിട്ട് റീപ്ലേസ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ 200 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്തത് ഒരു ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് സമ്മേഷൻ I ഈക്വൽ ടു 1 to n I ക്യൂബ് മൈനസ് I മൈനസ് 1 ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു n ക്യൂബ്. അപ്പോൾ നമ്മൾ കാണിക്കേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിൻ്റെ വാല്യൂ ഈക്വൽ ടു n ക്യൂബ് ആണ് എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സൊല്യൂഷനിലേക്ക് കിടക്കുകയാണ്. ഡയറക്റ്റ് എന്ത് ചെയ്യുക? അതിന് ഐൻ്റെ വാല്യൂ 1 2 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ ഐക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 ക്യൂബ് 1 മൈനസ് I മൈനസ് 1 1 മൈനസ് 1 0. അപ്പോൾ അതവിടെ 0 ക്യൂബായിട്ട് മാറും. 0 ക്യൂബ് പ്ലസ് ഇനി 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ക്യൂബ് മൈനസ് 2 മൈനസ് 1 1, അപ്പോൾ 1 ക്യൂബ് പ്ലസ് 3 ക്യൂബ് മൈനസ് 3 മൈനസ് 1 2, then that is equal to 2 ക്യൂബ് പ്ലസ് നെക്സ്റ്റ് 4 ക്യൂബ് മൈനസ് 3 ക്യൂബ് പ്ലസ് എക്സെട്രാ പ്ലസ് n ക്യൂബ് മൈനസ് n മൈനസ് 1 മൈനസ് 1, അതായത് n മൈനസ് 2 ഹോൾ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് തൊട്ട് മുന്നത്തെ ഒരു ടേമും കൂടി നമുക്ക് എന്താ പറയുക എഴുതി നോക്കാം. എന്നിൻ്റെ n മൈനസ് 1 വരുന്നത്. അപ്പോൾ എക്സെട്രാ പ്ലസ് n മൈനസ് 1 ക്യൂബ് മൈനസ് n മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു n മൈനസ് 2 ക്യൂബ്. n മൈനസ് 2 ക്യൂബ് പ്ലസ് ലാസ്റ്റ് ടേം നമ്മൾ എന്ത് കൊടുക്കുക? ഐക്ക് n കൊടുത്ത് നോക്കാം. അപ്പം n ക്യൂബ് മൈനസ് ഐക്ക് n കൊടുത്താൽ n മൈനസ് 1 ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ 1 തൊട്ടിട്ട് n വരെയുള്ള ടേംസ് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ ബ്രാക്കറ്റ്സൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാം. ബ്രാക്കറ്റ്സൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 ഉണ്ടല്ലേ, 1 ക്യൂബ് ഉണ്ട്, ഇവിടെ മൈനസ് 1 ക്യൂബ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും ക്യാൻസലാവും. രണ്ടാമത്തെ ബ്രാക്കറ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 2 ക്യൂബ് ഉണ്ട്, ഇവിടെ മൈനസ് 2 ക്യൂബ് ഉണ്ട്, അത് ക്യാൻസലായി പോവും. മൂന്നാമത്തെ ബ്രാക്കറ്റിൽ 3 ക്യൂബ് ക്യാൻസലാവും. അങ്ങനെ കറസ്പോണ്ടിങ് ബ്രാക്കറ്റ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടേംസ് ഒക്കെ ഇങ്ങനെ ക്യാൻസലായി പോകുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു ബ്രാക്കറ്റ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ 4 ക്യൂബും ക്യാൻസലായി പോകും. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ n മൈനസ് 1 ക്യൂബ്, ഇവിടെ എന്തുണ്ട്? മൈനസ് n മൈനസ് 1 ക്യൂബ്, അതും ക്യാൻസലായി. ഇനിയിപ്പം ഇതിൻ്റെ തൊട്ട മുന്നത്തെ ഒരു ടേം ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? പ്ലസ് n മൈനസ് 2 ക്യൂബ് ഉണ്ടാവും. ഇവിടെ എന്തുണ്ട്? മൈനസ് n മൈനസ് 2 ക്യൂബ് ഉണ്ട്, അതും ക്യാൻസലായി പോകും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് ഈ ഒരു എക്സ്പാൻഡഡ് ഫോമിൽ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇവിടെ എല്ലാം മൈനസ് 0 ക്യൂബ്, പിന്നെ ഇവിടെ എല്ലാം പ്ലസ് n ക്യൂബ്. ഓക്കെ, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇത് 0ലേക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മൈനസ് 0 ക്യൂബ് പ്ലസ് n ക്യൂബ് ഈക്വൽ ടു, അത് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള സമ്മേഷൻ ആണല്ലോ ഇത്. സമ്മേഷൻ ഈക്വൽ ടു മൈനസ് 0 ക്യൂബ് പ്ലസ് n ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ 0നോടുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ എന്തിനാ കിട്ടും? n ക്യൂബ് ആണെന്നുള്ളത് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു തന്നിട്ടുള്ള സമ്മേഷൻ്റെ വാല്യൂ n ക്യൂബ് ആണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നത്. സിമ്പിളാണ്. ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ? നമ്മളതിൽ 1 തൊട്ടിട്ട് n വരെയുള്ള വാല്യൂസ് ആ തന്നിട്ടുള്ള ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ ബ്രാക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ആക്കി. അപ്പോൾ കറസ്പോണ്ടിങ് ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനലി നമുക്ക് എന്ത് മാത്രമേ അവിടെ റിമെയിൻ ചെയ്യുള്ളൂ? മൈനസ് 0 ക്യൂബ് എന്നുള്ള ഫസ്റ്റ് ടേമിലുള്ള ഒരു ടേമും അതുപോലെ
എൻ ക്യൂബ് എന്നുള്ള ലാസ്റ്റത്തെ ഒരു ടേമിലുള്ള വാല്യൂ മാത്രമേ അവിടെ റിമെയിൻ ചെയ്യുള്ളൂ. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ ക്യൂബാണ് അതിൻ്റെ ഫൈനൽ ആൻസർ എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ കണ്ട പോലത്തെ സമ്മിനെ വിളിക്കുന്ന പേരാണ് ടെലസ്കോപ്പിംഗ് സമ്മ് അല്ലെങ്കിൽ കൊളാപ്സിങ് സമ്മ് എന്നൊക്കെ. ഓക്കെ, അപ്പം ടെലസ്കോപ്പിംഗ് സമ്മ് അല്ലെങ്കിൽ കൊളാപ്സിങ് സമ്മിൻ്റെ ഒക്കെ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു എക്സാമ്പിൾ. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്ക് എന്ന് പറയാൻ പോകുന്നത് എന്താണ്? ഈ ഒരു ടെലസ്കോപ്പിംഗ് സമ്മിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ടെലസ്കോപ്പിംഗ് സം അല്ലെങ്കിൽ കൊളാപ്സിങ് സം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോമിൽ വരുന്ന സമ്മേഷൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സമ്മിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെലസ്കോപ്പിംഗ് സം അല്ലെങ്കിൽ കൊളാപ്സിങ് സം എന്നൊക്കെ പറയുന്നത്. ഇവിടെ എന്താ പ്രത്യേകത? സമ്മേഷൻ i = 1 to n ai minus ai minus 1 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? an minus a0 ഇതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടെലസ്കോപ്പിംഗ് സമ്മിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ജസ്റ്റ് ഈ ഫോമുല നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. Suppose that a bus is at a position yi at a time ti for i = 0, 1, 2, 3, etc. and that during the time interval ti minus 1 ti. The velocity is a constant vi = yi minus 1 whole divided by ti minus 1 which is equal to delta yi by delta ti. Using the telescoping sum, confirm that the total distance is equal to final position minus initial position. ഓക്കെ, അപ്പോൾ അത് ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ബാക്കി എഴുതിയിട്ടില്ല. അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് യൂസിങ് ടെലസ്കോപ്പിംഗ് സം നമ്മൾ എന്ത് കൺഫേം ചെയ്യണം? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ്റെയും ഇനീഷ്യൽ പൊസിഷൻ്റെയും ഡിഫറൻസിന് ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് സമ്മേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് i = 1 to n vi × delta ti എന്ന് എഴുതാമെന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് delta yi by delta ti ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇക്വേഷനിൽ കൊടുത്താൽ i = 1 to n വി ഐന് നമ്മൾ റീപ്ലേസ് ചെയ്യുക. എങ്ങനെ റീപ്ലേസ് ചെയ്യും? ഡെൽറ്റ വൈ ഐ ബൈ ഡെൽറ്റ ടി ഐ ഇൻറ്റു ഡെൽറ്റ ടി ഐ. ഇവിടെയുള്ള ഡെൽറ്റ ടി ഐനും കൂടെ റീപ്ലേസ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഇവിടെയും ഡെൽറ്റ ടി ഐ ഉണ്ട്, ഇവിടെയും ഡെൽറ്റ ടി ഐ ഉണ്ട്. അത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. ബാലൻസ് എന്താ അവിടെ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ i = 1 to n ഡെൽറ്റ വൈ ഐ എന്ന് വരും. ഓക്കെ, ഇനി ടെലസ്കോപ്പിംഗ് സം പ്രകാരം ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? a0, അതായത് സമ്മേഷൻ i = 1 to n എ ഐ മൈനസ്, അതായത് ഡെൽറ്റ എ ഐ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ എൻ മൈനസ് എ ഐക്ക് ഈക്വൽ ആണെന്നാണ് നമ്മൾ ടെലസ്കോപ്പിംഗ് സമ്മിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ വൈ ഐ മൈനസ് 1 എന്നുള്ളതാക്കിയിട്ട് എഴുതാൻ പറ്റും. സമ്മേഷൻ ഉണ്ടാവും ഫ്രണ്ടിൽ, സമ്മേഷൻ i = 1 to n എന്നുള്ളത് എഴുതാൻ പറ്റും. അതായത് ഇവിടെ എന്താ വന്നിട്ടുള്ളത്? ഇനീഷ്യൽ പൊസിഷൻ്റെയും ഫൈനൽ പൊസിഷൻ്റെയും ഡിഫറൻസ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ടോട്ടൽ ഡിസ്റ്റൻസ് ഫൈനൽ ആൻസർ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? നമ്മൾ ടെലസ്കോപ്പിംഗ് സം പ്രകാരം എന്ത് കൺഫേം ചെയ്തു? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ്റെ ഡിഫറൻസിന് ഈക്വൽ ആണ് എന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. ഇതോടുകൂടി സെക്ഷൻ 4.1 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4.2 നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു.